എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു സ്വീറ്റാണ് കേട്ടോ. ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. നമ്മൾ ഈ ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കുന്നതിന് പകരം നമുക്ക് വീട്ടിലിത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറേ ദിവസം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ ഇത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, കർണാടക ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വ്യാപകമായിട്ട് ഒറിജിൻ ഈ സംസ്ഥാനങ്ങളിലാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് വിക്കിപീഡിയ എന്നുള്ള വിവരമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കഴിച്ചത് എൻ്റെ മകൻ്റെ കൂടെ ഞാൻ മുംബൈയിൽ പോയപ്പം അവിടെ ഒരു ഹോട്ടലിൽ നിന്നാണ് ഞാനിത് ആദ്യമായിട്ട് കഴിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെറ്റിലൊക്കെ തപ്പി അങ്ങനെയാണ് അതിൻ്റെ റെസിപ്പി കണ്ടുപിടിച്ചിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ 2-3 തവണയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ പാലാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. കൂടാതെ നമുക്ക് നട്ട്സും വേണം. അപ്പോൾ നട്ട്സ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഏറ്റവും നല്ല ആൻറ്റി ഓക്സിഡൻസ് ആണ്. പിന്നെ നല്ല ഫാറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്, ഹാർട്ട് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന നട്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ബദാം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു 10-25 എണ്ണം ഉണ്ട് കേട്ടോ. 25 എണ്ണമൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഹാൻഡ്ഫുൾ ആണ് എടുത്തിരിക്കുന്നത്. പിസ്ത ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഒരു പിടി എന്നൊക്കെ പറയില്ലേ, അത്ര എടുത്തിട്ടുള്ളൂ. കാഷ്യൂസും അതുപോലെ തന്നെ ഒരു 10-25-30 എണ്ണം ഉണ്ടാവും. കാഷ്യൂവും ബദാം ഏകദേശം ഈക്വലാണ് ഞാൻ എടുത്തത്. പിസ്ത കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചും കൂടെ വേണമെങ്കിൽ എടുക്കാം. അതിന് കണക്കൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കാം, എത്ര വേണമെങ്കിലും. ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ വല്ലാതെ കൊഴുത്തു പോകും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും മതി. ഇനി നമ്മൾ ഈ ഒരു നട്ട്സിൻ്റെ ഗുണമൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്, നല്ല ഫാറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്, ആർട്ടറിയിൽ ബ്ലോക്കുകളൊന്നും ഇല്ലാതിരിക്കാൻ വളരെ നല്ലതാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതായതുകൊണ്ട് നല്ല ഫാറ്റിനെ പ്രൊമോട്ട് ചെയ്യുമല്ലോ. അപ്പോൾ അത് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് നട്ട്സ്. അപ്പോൾ ഇത് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതാക്കി കൊടുക്കുക. ഒരുപാട് വലിയ പീസാകുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല കടിക്കുമ്പോൾ. അപ്പോൾ ഒന്ന് ഞാനിങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് പൊടിയായിട്ടുണ്ട്, കുറച്ചിങ്ങനെ പിരിപിരി ആയിട്ട്, എന്താ പറയുക, അതിന് ഒരു തീരെ പൊടിയല്ല കേട്ടോ, ചെറിയതായിട്ട് തരികളുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒന്ന് പൊടിച്ചെടുത്തു. പാൽ ഏകദേശം നമ്മൾ തിളച്ച് കുറുകി തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1/4 കുറുകിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ പൊടിച്ചിട്ടുള്ള, നന്നായിട്ട് പൊടിച്ചിട്ടില്ല കേട്ടോ, ചെറിയ തരികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ നട്ട്സ് മൊത്തം അതിനകത്തേക്ക് നമ്മൾ ഇട്ടു. ഇത് നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇത് ക്ഷമയുള്ളവർക്ക് മാത്രം പറഞ്ഞ ഒരു പണിയാണ് കേട്ടോ. ക്ഷമയില്ലാത്തവർ മെനക്കിടരുത്. കാരണം കരിയും, അടിക്ക് പിടിക്കും. പിന്നെ അടി കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ. ഇതൊരു കോപ്പർ ബോട്ടം ഉരുളിയാണ്, സ്റ്റീലിൻ്റെ. അതുകൊണ്ട് തന്നെ അടിക്ക് അങ്ങനെ പിടിക്കില്ല, ശ്രദ്ധിച്ചില്ലെങ്കിൽ പിടിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, വിടാതെ ഇളക്കണം, അതാണ്. പിന്നെ കുറച്ച് സമയമെടുക്കും, 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും ഇത് പ്രിപ്പറേഷൻ കഴിയുമ്പോഴേക്കും. കണ്ടില്ലേ, മുകളിലൊക്കെ നല്ല മഞ്ഞ കളറിലായിട്ടുണ്ട്, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പഞ്ചസാര ചേർക്കാം. ഇത് വെന്തതിന് ശേഷം മാത്രമേ പഞ്ചസാര ചേർക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ ഈ ബദാമിൻ്റെ കഷ്ണമൊന്നും വേവാതായി പോകും. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേവില്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് നന്നായി വെന്ത് ഒന്ന് കുറുകി വരുമ്പോഴാണ് പഞ്ചസാര ഇടേണ്ടത്. ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുക്കുന്നത്. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലാക്കാം, കുറയ്ക്കാം. ഒരുപാട് മധുരമായി നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ പഞ്ചസാര അത്ര ഹെൽത്തി ആയിട്ടുള്ള സാധനം അല്ലല്ലോ. അതുകൊണ്ട് ഇതാണ് ഇതിനകത്തൊരു അൺഹെൽത്തി ആയിട്ടുള്ള സാധനം ഉള്ളത് കേട്ടോ, പഞ്ചസാര. അപ്പോൾ ഒരുപാടൊന്നും കഴിക്കരുത്. നമ്മുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ചിട്ട് നമ്മൾ പായസമൊക്കെ കഴിക്കാൻ തോന്നില്ലേ, നമുക്കൊരു മധുരമൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ 2-3 ടീസ്പൂണൊക്കെ എടുത്ത് കഴിക്കാം. അങ്ങനെ അപ്പോൾ ഇട്ടു, നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതിങ്ങനെ മുഴുത്ത് വന്നിട്ടുണ്ട്, നല്ല കൊഴുത്ത് വരുന്നുണ്ട്. നല്ല കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ കൊഴുത്ത് വരും. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വെന്ത് ചേർന്ന് വരികയാണ്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുറുകി ഏകദേശം വരുന്ന സമയത്ത് നമുക്ക് ഏലക്കപ്പൊടി ചേർക്കാം.
ഞാൻ ഏലക്ക സാധാരണ ആദ്യം ഞാൻ പൊടി വാങ്ങിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഏലക്ക വാങ്ങിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് വയ്ക്കുകയാണ് ചെയ്യാം. അപ്പോൾ ഒരു നമുക്ക് ടേസ്റ്റിനനുസരിച്ച് നമുക്ക് 2 ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ എടുത്തത്. ഏകദേശം 1 ലിറ്ററായിട്ട് കുറച്ച് ഉണ്ടല്ലോ. അത് ഏകദേശം ഈ ഉരുളിയിൽ ഏകദേശം 3/4 ഭാഗമുണ്ടായിരുന്നു. ഒരു 1/4 ലിറ്ററായിട്ട് ചുരുങ്ങി നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നല്ല അടിയിൽ കേട്ടോ. ക്ഷമയില്ലാത്തവർക്ക് പറ്റുന്ന പണിയുണ്ടെങ്കിൽ അതുകൊണ്ട് ക്ഷമയുള്ളവർ മാത്രം ശ്രമിച്ചാൽ മതി ഉണ്ടാക്കാൻ. പക്ഷെ ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഏലക്കായൊക്കെ ഇട്ടു. ഇപ്പോൾ നന്നായിട്ട് ഏകദേശം നമ്മുടെ കൺസിസ്റ്റൻസിയൊക്കെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ തണുക്കുമ്പോഴേക്കും ഒന്നും കൂടെ കട്ടിയാവും. പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് സെർവ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടി കട്ടിയാവും. അതുകൊണ്ട് അതിനനുസരിച്ച് മാത്രം ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴേക്കും നമുക്ക് ഏകദേശം സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് പാല് കുറുകിയാൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ അണ്ടിപ്പരിപ്പും അതുപോലെ ബദാമും പിസ്തയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഒരു സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഹെൽത്തിയുമാണ്. കുട്ടികൾക്ക് കൊടുക്കാൻ ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റ് എങ്ങനെ ഉണ്ടാക്കി വയ്ക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുകയും ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് നോക്കുന്നത് കണ്ടില്ല. അപ്പോൾ ഇനി ഇത് നമ്മൾ നന്നായിട്ട് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം നമുക്ക് ഒരു എയർ ടൈറ്റ് വെസലിലേക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ സെർവ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് അതുപോലെ ബദാം അതുപോലെ പിസ്ത പീൽ ചെയ്തെടുക്കുക. ചെറിയ ചെറിയ പീസുകളായിട്ട് പീൽ ചെയ്തെടുത്തിട്ട് അതൊന്ന് കുറച്ച് നെയ്യൊക്കെ ഒന്ന് വഴറ്റി ഇടാം. പിന്നെ കുങ്കുമപ്പൂ ഇടുന്നവരുണ്ട്, കുങ്കുമപ്പൂ ഇടാം. അപ്പോൾ ഒരു കളറും കൂടെ കിട്ടും. നല്ല ഒരു കളറും കൂടെ അതിന് കിട്ടുന്നതാണ്. ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഏലക്കായ മാത്രമേ ചേർത്തുള്ളൂ. കുങ്കുമപ്പൂവൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. പറ്റുന്നവർക്ക് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ കുങ്കുമപ്പൂവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നട്ട്സും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല വറുത്തിട്ട്. അപ്പോൾ നെയ്യിൽ വറുത്ത നട്ട്സ് നമുക്ക് വിളമ്പുമ്പോൾ ഇപ്പോൾ ഒരാൾക്ക് സെർവ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതിൻ്റെ മേലെ ഇങ്ങനെ കുങ്കുമപ്പൂവും ഒക്കെ ഇങ്ങനെ ഇടാം. അപ്പോൾ ഇത് ഞാനൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റി. ഇനി ഇത് മാസങ്ങളോളം ഫ്രിഡ്ജിലിരിക്കും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ആയാലും വലിയവർക്കായാലും ഭക്ഷണശേഷം നിങ്ങൾക്ക് ഒരു ഹെൽത്തി സ്വീറ്റ് കഴിക്കണം തോന്നിയാൽ ഇത് കുറച്ചെടുത്തിട്ട് കഴിക്കാം. 4-5 ടേബിൾ സ്പൂൺ നമുക്ക് കഴിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു സ്വീറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.